ബാന്തിനി എപ്പോഴും എന്താ പറയുക, പണ്ട് മുതലേ ചുങ്കിടി എന്നൊക്കെ പറയുന്ന ആ ഒരു പാറ്റേൺ ഒരുപാട് സ്റ്റൈൽസിൽ നമുക്ക് വരാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബാന്തിനി സ്റ്റൈലിൽ. അത് നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ, ഒരു പ്ലേസ്മെൻറ്റ് പോലത്തെ ഉള്ള ഒരു ഫീൽ അവിടെ വരുന്നുണ്ട് ആക്ച്വലി. അത് കുറച്ചൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫീലിൻ്റെ അകത്ത് സ്ക്രീൻ പ്രിൻറ്റ് ചെയ്തേക്കുന്ന കളക്ഷനാണ് കേട്ടോ. റയോൺ ഫാബ്രിക്കിൻ്റെ കൂടെ കോട്ടൺ ലൈനിങ് വന്നിരിക്കുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവറി ഡേ വെയറിന് പറ്റുന്ന ഒരു ലുക്കാണ്. ആൻഡ് നെക്കും നമുക്ക് മോഡസ്റ്റ് ആയിട്ട് വന്ന് കുറച്ച് റൗണ്ട് വന്നിട്ടൊരു കർവ് ടു ഈ പാറ്റേണിലൊരു ഓപ്പണിംഗ് പോലെ വന്നിട്ടുണ്ട്. ദെൻ സ്ലീവ്സിൻ്റെ എൻഡിങ്ങും നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് എ നൈസ് പാറ്റേൺ ഓവർ ഹിയർ. കുറച്ചൊരു ഓപ്പണിങ് കൊടുത്തിട്ടുള്ളൊരു ലുക്കാണ്. അത് 4 ബട്ടൺസ് ആണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, കോക്കനട്ട് ഷെൽ ബട്ടൺസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിനിഷിങ്. ആൻഡ് ദെൻ നമുക്കൊരു വൺ സൈഡിൽ മാത്രമായിട്ട് നമുക്കൊരു സ്ലിറ്റ് ഡീറ്റെയിൽ ലോവർ പോർഷനിൽ വരുന്നുണ്ട്. അത് ഇവിടുന്ന് ഒരു ജോയിനിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സൈഡ് സ്ലിറ്റഡ് പാറ്റേണും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഒക്കെ ഒരു പ്ലേസ്മെൻറ്റ് വരത്തില്ലേ, പ്രിൻസസ് ലൈനിലാണ് നമുക്ക് അതിൻ്റെ അകത്ത് വൺ സൈഡിലായിട്ടൊരു സ്ലിറ്റ് വന്നിരിക്കുന്നത്. ആൻഡ് കോട്ടൺ ലൈനിങ് യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ലുക്കാണ്. എവറി ഡേ വെയറിന് പറ്റുന്ന ഒരു കളക്ഷനാണ്. ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. 133 AJT 133 എന്ന കോഡിൽ 995 പ്രൈസ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ഗെസ് ദ പ്രൈസ് റേഞ്ച് ബിക്കോസ് ഇറ്റ്സ് വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഈ ഒരു ലുക്ക് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് കേട്ടോ. കാരണം ഒന്ന്, ദിസ് ഇസ് ഹാവിങ് ദറ്റ് വെരി ഫെസ്റ്റീവ് ലുക്കിൽ 3 കളേഴ്സും അതുപോലെ തന്നെ ഭയങ്കര ഒരു ഫ്രഷ് ഫീലിൽ വന്നിരിക്കുന്നതാണ്. നമുക്കൊരു വെഡിങ് റിലേറ്റഡ് ഫങ്ഷൻസിനാണെങ്കിലും ഗെറ്റ് ടുഗെദേഴ്സിനാണെങ്കിലും ഒക്കെ ഒരു ഒക്കേഷണൽ വെയറിന് പെർഫെക്റ്റ് ആണ് കേട്ടോ. ആൻഡ് ദ ഫാബ്രിക് നമ്മളിത് സെമി സിൽക്കിൻ്റെ അകത്താണ് ചെയ്തേക്കുന്നത്. ആൻഡ് അതിനകത്ത് സെറ്റൂൺ ലൈൻഡ് ആയിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയലും ആണ് കേട്ടോ. നല്ല കളേഴ്സാണ്. സോ ദിസ് ഇസ് ലൈക്ക് എ വെരി ഫ്രഷ് യെല്ലോ ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് പർപ്പിൾ ആൻഡ് റാണി പിങ്ക്. 3-നകത്തും പോയിൻ്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഓർഗൻസ ദുപ്പട്ടയാണ്. ടോപ്പും ബോട്ടവും സെമി സിൽക്കിലാണ്. അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള സെമി സിൽക്കാണ് കേട്ടോ, ഭയങ്കര തിക്കായിട്ടുള്ള ഒന്നും അല്ല. നല്ലൊരു ഫോളുള്ള സെമി സിൽക്കിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് സെറ്റൂൺ, ഇത് കോട്ടൺ ലൈനിങ്, സോറി ഞാൻ പറഞ്ഞത് നേരത്തെ സെറ്റൂൺ ലൈനിങ്, അത് കോട്ടൺ ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്തും ഈ ഒരു പോയിൻ്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്തേക്കുന്നതിനകത്ത് സ്ലീവിൻ്റെയും ഹെം ലൈനിൻ്റെയോടെ ഈ ഒരു ഓർഗൻസ ബേസിൻ്റെ അകത്തുള്ള ഒരു പാച്ചാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ദുപ്പട്ട ഓൾ ദി 3 കോർണർ എഡ്ജസ് നമ്മളതിനകത്തൊരു ലേസ് ട്രിം വെച്ചിട്ട് വെരി നീറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ. ലൈക്ക് യു ഡോണ്ട് എക്സ്പെക്ട് ടു ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ് ഫിനിഷിംഗ് അറ്റ് ദിസ് പ്രൈസ് റേഞ്ച്. 1799 പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. ആൻഡ് വൺ സൈഡിൽ ഫുള്ള് ഹെവി ആയിട്ടുള്ള ഒരു സ്കാലപ്പ് ലുക്കും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3ഉം ഡ്രേപ്ഡ് ആയിട്ടുള്ള വെയർ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് നമ്മൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന കളക്ഷനാണ്. FWൻ്റെ കോഡിലാണ് കേട്ടോ വരുന്നത്. ബോട്ടം ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് സിഗരറ്റ് ടേപ്പേർഡ് ആയിട്ടുള്ള ഒരു സിഗരറ്റ് ഫിറ്റിങ്. ആ സ്ലിറ്റ് വരുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു ആങ്കിൾ ഞാൻ ഇച്ചിരി ഷോർട്ടർ സൈഡിലായതുകൊണ്ട് എനിക്കത് കുറച്ചൊന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് ചുരുങ്ങി കിടക്കും. പൊതുവേ നമുക്ക് എല്ലാവരുടെയും ഒരു റെഗുലർ ലെങ്ത് ഒരു 5'5" വരുന്ന ലെങ്ത്തിനൊക്കെ നമുക്ക് 5'5" ഫീറ്റ് വരുന്ന ടോളായിട്ടുള്ളവർക്കൊക്കെയും ഏകദേശം നമുക്ക് ആ ഒരു ആങ്കിളിന് ക്ലോസ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഫിറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇലാസ്റ്റിക് ഒരു വേസ്റ്റ് ബാൻഡ് ആണ്. അതിനകത്ത് പോക്കറ്റ്സ് നമ്മൾക്ക് വരുന്നില്ല, വിത്തൗട്ട് പോക്കറ്റ് വന്നിരിക്കുന്ന ഫിനിഷിംഗ് ആണ് കേട്ടോ. സോ സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ഒക്കേഷണൽ വെയറിന് നല്ലൊരു ലുക്ക് ഡിഫൈൻസ് അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് എ ലോട്ട് ഓഫ് ഫേസ് ഫീച്ചേഴ്സ്. നമ്മളുടെ ഫേസ് ഫീച്ചേഴ്സിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ലുക്കാണ്. അതിനകത്ത് നമുക്ക് ഇതേപോലെ കുഞ്ഞ് നെക്ക് പീസസിൻ്റെ കൂടെ ബിഗർ ഇയറിങ്സ് ആണ് ഇതിനകത്ത് കുറച്ചും കൂടി വർക്കൗട്ട് ആവുന്ന ഒരു സ്റ്റൈൽ കേട്ടോ. സോ സെയിം പാറ്റേൺ. സോ ദിസ് ഇസ് ദി വയലറ്റ് ലുക്ക്. ആൻഡ് അതിന് പർപ്പിൾ, നല്ല ഡാർക്ക് പേർപ്പിളാണ്. ഓൾ റൗണ്ട് നമുക്കിതിൻ്റെ അകത്ത് ഈ ഒരു ഇലാസ്റ്റിക് ഒരു വേസ്റ്റ് ബാൻഡ് ആണ്. അതിനകത്ത് ബോട്ടത്തിന് ലൈനിങ് വരുന്നില്ല കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് റാണി പിങ്ക്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് അതിനകത്ത് വരുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള കോട്ടൺ. ഇറ്റ്സ് ലൈക്ക് അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഫോള് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. സോ ദിസ് ഇസ് ദി ലുക്ക്. അപ്പോൾ 3 കളേഴ്സിൻ്റെ അകത്ത് FW 240 to 242. നീലക്കുറിഞ്ഞിപ്പൂക്കൾ എന്ത് രസമല്ലേ ആ ഒരു കളർ പാലറ്റ്. ലാവൻഡർ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു സാരിയാണ് ഞാൻ ഇന്ന് വെയർ ചെയ്തേക്കുന്നത്. ആ ഒരു ലാവൻഡറിൻ്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് പാലറ്റ് ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ ലുക്ക്. അപ്പർ ബോർഡർ സോളിഡ് ആയിട്ടും ലോവർ ബോർഡറിൽ അത്യാവശ്യം ബ്രോഡായിട്ട് വന്നേക്കുന്ന ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ സ്കാറ്ററായിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ഒരു ലുക്കാട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. നമുക്ക്
എപ്പോഴും കടയിൽ ചെന്ന ഈ ഒരു കളർ പാലറ്റൊക്കെ കിട്ടത്തില്ല. യൂണീക്കായിട്ട് വന്നേക്കുന്നത് ലാവൻഡർ ഷെയ്ഡ്. അതിന് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷനും റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ് ആൻഡ് കുഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ കുട്ടി കുട്ടി സ്കാറ്ററായിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ഒരു ഡീറ്റെയിലിംഗ് ആൻഡ് പല്ലുവിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു സെറീൻ്റെ ഒരു ബോർഡറിൽ വന്നേക്കുന്നത് സെയിം സെറീൻ്റെ തന്നെ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറീൻ്റെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന 2-3 ഷെയ്ഡ്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു 4 ഷെയ്ഡ്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ലാവൻഡർ ഷെയ്ഡ്. ഇതിൻ്റെ കോഡ് വരുന്നത് NHH 406. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2099. നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു യുണീക്ക് ഷെയ്ഡ്, നമ്മുടെ മാംഗോ യെല്ലോ ഷെയ്ഡിലാട്ടോ വന്നേക്കുന്നത്. അതിനകത്ത് ഗ്രീനിൻ്റെയും ആ ഒരു യെല്ലോയിൻ്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റർ ത്രെഡ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്തൊക്കെ കോമൺ ആയിട്ട് നമുക്ക് മാച്ചിങ് വരുന്ന ഗ്രീൻ, അതുകൊണ്ട് തന്നെ ആ ഒരു കോൺട്രാസ്റ്റ് ലുക്കിൽ വരുന്ന ബ്ലൗസിൻ്റെ കൂടെയൊക്കെ സ്മൂത്തായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. സെയിം ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത്. സെറീൻ്റെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് സിൽവർ സെറിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് സെയിം റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസ്. ഇത് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഒരു വീവിങ്സ് ആണ് ബ്ലൗസിൽ കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് സിൽക്കി കോട്ടയിൽ വന്നേക്കുന്ന സാരി സെമി ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഈസി ടു ഡ്രേപ്പ് ആൻഡ് വെരി സ്റ്റൈൽ ലുക്ക്. ഇങ്ങനത്തെ സാരീസിലൊക്കെ നമുക്ക് കാഷ്വലായിട്ട് ഡബിൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് വെയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക യുണീക്ക് ഡ്രസ്സ് ഉണ്ടായിരിക്കും കേട്ടോ. ആൻഡ് മാംഗോ യെല്ലോ ഷെയ്ഡ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ബേബി പിങ്ക്. ഒത്തിരി പേർക്ക് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡ് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഷോപ്പിൽ നമ്മുടെ ഇവിടെ ശാസ്തമംഗലത്ത് വന്നിട്ടാണെങ്കിലും ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് ഈ പിങ്ക് ഷെയ്ഡിലുള്ള സാരീസ് ഉണ്ടോ എന്നൊക്കെ. ഇത് ഒരു ബ്യൂട്ടിഫുൾ ബേബി പിങ്ക് ടോണിലാണ് വന്നേക്കുന്നത്. അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ആ ഒരു ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന പിങ്കിൻ്റെയും ലൈറ്റ് പിങ്കിൻ്റെ ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്ന ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്. നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലൊക്കെ ആ ഒരു ലുക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു ലോവർ ബോട്ടിൽ വരുന്ന ഈ ഒരു മോട്ടീഫ് ഫുള്ളായിട്ട് തന്നെ വരുന്നുണ്ട് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലൊക്കെ. ആൻഡ് ഇതിൻ്റെ റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസ് സെയിം ഷെയ്ഡ്. നെക്സ്റ്റ് വന്നേക്കുന്ന ബ്ലൂ. എല്ലാം ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആൻഡ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ. ഒരു അഫോർഡബിൾ റേഞ്ചിനകത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. 2099 NHH 407 ബ്ലൂ ഷെയ്ഡ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു ചില മോട്ടീഫിലൊക്കെ ഈ ഒരു പേപ്പറിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ലൈറ്റായിട്ട് വരുന്ന പേപ്പർ, ഇത് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇളകി പോകും കേട്ടോ. ആ ഒരു തിന്നായിട്ട് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഡാമേജ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു എംബ്രോയ്ഡറി സമയത്ത് പ്ലേസ് ചെയ്യുന്ന പേപ്പറാണ് ഇത്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് ഇളകിപ്പോകും. ഒന്ന് കെയർ ചെയ്ത് വാഷ് ചെയ്തെടുക്കേണ്ട സാരീസ് ആട്ടോ. ഒരു അഫോർഡബിൾ റേഞ്ചിനകത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്ക് കൊണ്ടുവന്നേക്കുക അല്ലേ. നമ്മൾ കെയർ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ സാരീൻ്റെ ഡ്യൂറബിലിറ്റിയും കൂടുതലുണ്ടാവും. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ലൈറ്റ് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന യെല്ലോ ഷെയ്ഡ്. ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ആ ഒരു ഗ്രീൻ ഷെയ്ഡാണെങ്കിൽ ഭയങ്കര രസമാട്ടോ. നമ്മുടെ ഒലീവ് ഗ്രീനിൻ്റെ ഒരു സിമിലർ ത്രെഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ഷെയ്ഡ് ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ. NHHൻ്റെ കോഡിൽ വന്നേക്കുന്ന സാരി ഇതിൻ്റെ കോഡ് വരുന്ന NHH 409 2099 പ്രൈസ് റേഞ്ച്. ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും.